ഹലോ, വെൽക്കം ടു മാക്സിയോൺ. മാക്സിയോണിൻ്റെ HSA മാത്സ് എക്സാം സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് കോംപ്ലക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. തന്നിരിക്കുന്നത് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, 1/1 - z എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ 1/1 - z എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷന്റെ രേഖീയ ഭാഗം അല്ലെങ്കിൽ റിയൽ പാർട്ട് എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ 1/1 - z റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് z എന്ത് കൊടുക്കാം? ഇപ്പോൾ എഫ് ഓഫ് സെറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 1/1 - z ആണ്. z നമുക്ക് എക്സ് പ്ലസ് ഐ വൈ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് മാറുന്നുണ്ടാവും? എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 1/1 - x പ്ലസ് ഐ വൈ ആയിട്ട് മാറുന്നുണ്ടാവും. ദാറ്റ് ഈസ് 1/1 - x പ്ലസ് അല്ല മൈനസ് ഐ വൈ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് ഡിവിഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കോൺജുഗേറ്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 - x പ്ലസ് ഐ വൈ ആണ് നമുക്ക് കോൺജുഗേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മേലെയും താഴെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 - x പ്ലസ് ഐ വൈ എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് 1 - x പ്ലസ് ഐ വൈ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ നമുക്ക് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ 1 - x ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - x ഡിവൈഡഡ് ബൈ 1 - x ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വരിക? 1 - x ബൈ 1 - x ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എന്നതൊരു ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7. അപ്പോൾ ഇവിടെ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണല്ലോ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 ആണ്. അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0യിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റികൾ നമുക്ക് 3 വാല്യൂസ് ആയിരിക്കും വരിക. 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. ഈ 3 വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 3 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവരുടെ സമ്മാണ്. അതായത് nth റൂട്ട് ഓഫ് യൂണിറ്റികളുടെ സമ്മ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സമ്മ് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണെങ്കിൽ നമുക്ക് 1 പ്ലസ് ഒമേഗനെ നമുക്ക് എന്ത് പറയാം? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7, അതായത് -2 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7 വരുന്നുണ്ടാവും. അപ്പോൾ -2 റേസ് ടു 7 -128 ഒമേഗ റേസ് ടു 14 എന്ന് വരും. ഒമേഗ റേസ് ടു 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഒമേഗ ക്യൂബുകളൊക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഒമേഗ റേസ് ടു 12 വരെ നമുക്ക് 1 ആയിരിക്കും. അപ്പോൾ ഒമേഗ റേസ് ടു 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒമേഗ റേസ് ടു 12 ഇൻറ്റു ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? -128 ഒമേഗ സ്ക്വയർ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, nth റൂട്ട് ഓഫ് യൂണിറ്റികളുടെ സമ്മ് നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റിയൽ സെഡ് ആണ്. ഈ റിയൽ സെഡ് എവിടെയൊക്കെയാണ് ഡിഫറൻഷ്യബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിയൽ സെഡ് ഡിഫറൻഷ്യബിൾ ആവുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അതായത് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതായത് ആണെങ്കിലേ നമുക്ക് എന്താവുള്ളൂ? ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അതായത് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല, നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. അപ്പം ഇതൊരു സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. അതായത് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. മറ്റേത് നമുക്ക് എന്താണ്? ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും?
നമുക്ക് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ 0 ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ കണ്ടിട്ട് അത് 0 അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റിയൽ സെഡ് ആണ്. അപ്പോൾ റിയൽ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റിയൽ സെഡിനെ z പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് നമുക്ക് എഴുതാം. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു z പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ, ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ z/2 അല്ലെങ്കിൽ 1/2 നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്ത് വെക്കാം. z വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ 0 ആയിരിക്കും, z ബാർ വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ 1 ആയിരിക്കും. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1/2 ആയിരിക്കും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഒരു രേഖീയ ഭാഗം, അതായത് സ്ഥിരമായ അനലിറ്റിക് ഏകതമാണെങ്കിൽ, അതായത് രേഖീയ ഭാഗം സ്ഥിരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, റിയൽ എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണ്. അതായത് ആ ഫംഗ്ഷന്റെ റിയൽ സെഡ് അല്ലെങ്കിൽ റിയൽ പാർട്ട് നമുക്ക് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ അനലിറ്റിക് ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയൽ എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഒരു ഫംഗ്ഷന്റെ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് റിയൽ എഫ് ഓഫ് സെറ്റ് കോൺസ്റ്റന്റ് ഇംപ്ലൈസ് ഫംഗ്ഷൻ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇമാജിനറി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇമാജിനറി ഓഫ് എഫ് ഓഫ് സെറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, റിയൽ എഫ് ഓഫ് സെറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1/1 - z ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. 1/1 - z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ 1/1 - z ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമുക്ക് 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മുടെ കോംപ്ലക്സ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.